കോൺക്ലേവ് തയ്യാറെടുപ്പിനിടെ റോമിൽ പൗരോഹിത്യ വസന്തം. 23 ഡീക്കന്മാർ തിരുപ്പട്ടം സ്വീകരിച്ചു. ലോകം മുഴുവൻ അടുത്ത കോൺക്ലേവിന് റോമിലേക്ക് ഉറ്റുനോക്കുന്നതിനിടെ പേപ്പൽ ബസിലിക്കകളിൽ ഒന്നായ സെന്റ് പോൾ ബസിലിക്കയിൽ 23 ഡീക്കന്മാർ തിരുപ്പട്ടം സ്വീകരിച്ചു. ലീജിയണറീസ് ഓഫ് ക്രൈസ്റ്റ് അംഗങ്ങളായ 23 ഡീക്കന്മാരാണ് പൗരോഹിത്യപട്ടം സ്വീകരിച്ചത്. മെക്സിക്കോയിൽ നിന്ന് 9 ഡീക്കന്മാർ, കൊളംബിയയിൽ നിന്ന് 3 ഡീക്കന്മാർ, ജർമ്മനി, ബ്രസീൽ, വെനിസ്വേല എന്നിവിടങ്ങളിൽ നിന്ന് 2 ഡീക്കന്മാർ, അമേരിക്ക, സ്പെയിൻ, ഫ്രാൻസ്, അർജന്റീന, എൽസാവഡോർ എന്നിവിടങ്ങളിൽ നിന്ന് ഓരോ ഡീക്കന്മാർ വീതമാണ് തിരുപ്പട്ടം സ്വീകരിച്ചത്. മെക്സിക്കോയിലെ കാൻകുൻ ചേതുമേൽ രൂപത അധ്യക്ഷനായ ബിഷപ്പ് മോൺ പെഡ്രോ പാബ്ലോയാണ് മുഖ്യ കാർമ്മികനായത്. തീക്ഷ്ണതയും അടിത്തറയും ഉള്ളവരും ധൈര്യശാലികളും അലംഭാവമില്ലാത്തവരും സജീവമായിരിക്കുന്നവരും ദൗത്യത്തിന് തങ്ങളുടെ എല്ലാം എങ്ങനെ നൽകണമെന്ന് അറിയുന്നവരുമായ വൈദികരെയാണ് സഭ ആവശ്യപ്പെടുന്നതെന്ന് മോൺ പെഡ്രോ പാബ്ലോ പറഞ്ഞു. ദൈവവിളി പ്രാർത്ഥനയിൽ ജനിക്കുന്നുവെന്നും പ്രാർത്ഥനയിൽ പക്വത പ്രാപിക്കുന്നുവെന്നും പ്രാർത്ഥനയിൽ ഫലം ചൂടുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കത്തോലിക്ക സഭയുടെ കാർമലെങ്കോ കർദിനാൾ കെവിൻ ഫാരലിന്റെ കാർമ്മികത്വത്തിലായിരുന്നു ചടങ്ങ് നടക്കേണ്ടിയിരുന്നത്. എന്നാൽ കോൺക്ലേവിൽ സഭയുടെ നിർണായക സമയത്ത് തന്റെ ഓഫീസിന്റെ വിവിധങ്ങളായ ചുമതലകളുമായി കർദിനാൾ കെവിൻ തിരക്കിലായ പശ്ചാത്തലത്തിൽ ബിഷപ്പ് മോൺ പെഡ്രോയെ നിയമിക്കുകയായിരുന്നു. 2024 അവസാനത്തോടെ പുറത്തുവിട്ട കണക്കുകൾ പ്രകാരം ലീജിയണറീസ് ഓഫ് ക്രൈസ്റ്റ് സമൂഹത്തിൽ 1309 അംഗങ്ങളാണ് ഉള്ളത്. ഇതിൽ 1033 പേർ വൈദികരാണ്. മെക്സിക്കോയിൽ നിന്നാണ് ഈ സന്യാസ സമൂഹത്തിന് ഏറ്റവും കൂടുതൽ വൈദികരുള്ളത്. 406 വൈദികരാണ് ലീജിയണറീസ് ഓഫ് ക്രൈസ്റ്റ് സമൂഹത്തിനായി മെക്സിക്കോയിൽ നിന്ന് തിരുപ്പട്ടം സ്വീകരിച്ചത്.